ഹലോ, നമസ്കാരം. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പഴുത്തിട്ടുള്ള 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തോല് കളഞ്ഞ് 2ആയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ നടുവിൽ ഒരു തവണ മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നടുവിലത്തെ ഒരു പീസും കൂടെ ഒരു കഷ്ണം കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കനമില്ലാതെ അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ മാവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു പീസും കൂടെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലെളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ മനസ്സിലാവുള്ളൂ. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ദോശമാവാണ് ചേർക്കുന്നത്. ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഏത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ എള്ളു കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് 1 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. റവ ഇപ്പോഴാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ റവ ചേർത്താൽ നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇനി കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. വെള്ളം അധികം ആവരുത്. ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ അടിച്ചടിച്ച് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ കലക്കിയെടുത്താൽ മതിയാവും. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഇപ്പോൾ കടയിലൊക്കെ ആകുമ്പോൾ അവർ വലിയ പഴം ഫുള്ളായിട്ട് എടുത്തിട്ടൊക്കെയാണ് ചെയ്യാറ്, മുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലായതുകൊണ്ട് അത്രയും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഷേപ്പ് ഇതുപോലെ ആയി വരുന്നത്. വലുതായിട്ട് എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല. ടേസ്റ്റൊക്കെ അതേപോലെ തന്നെ. ഷേപ്പ് മാത്രം അത്രയും വലുപ്പത്തിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒരു സൈഡൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണിത്. ഇപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ
ഇനി പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു.